രണ്ടു നേരം ഭക്ഷണം കഴിക്കുന്നവരെ ഭോഗി എന്നും 3 നേരം ഭക്ഷണം കഴിക്കുന്നവരെ രോഗി എന്നുമാ പറയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ പോലെ 4 നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ എന്തെന്നാ വിളിക്കുക? ദ്രോഹി എന്നാ. അത് ശരി, ഈ പറഞ്ഞതിനൊരു പണി കൊടുക്കണല്ലോ. അല്ല ജാനു, എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് ഉത്തരം പറയുന്ന വിഡ്ഢികളെ കണ്ടു നിഞ്ഞി? ഇല്ല. അത് ശരി, ഇഞ്ഞു ആ കൂട്ടത്തില്ല. ഓ ഞാൻ വിഡ്ഢിയാങ്കിൽ നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചിനേനു? നിങ്ങൾക്കില്ലേനൊരു മുറപ്പുണ്ട്. ഓളെ കല്യാണം കഴിച്ചാ പോരെ എന്നാ? അത് ജാനു, പണ്ട് ഞാൻ കള്ളു കുടിച്ച് പോന്ന ദിവസമല്ലോ മുറപ്പെണ്ണ് കല്യാണിനെ കണ്ടാലേ ഞാൻ ചോദിക്കലുണ്ട്, ഞാൻ കല്യാണം കഴിച്ചോട്ടെ. ഞാൻ കള്ളു കുടിച്ച് ചോദിക്കുന്നതിനെ കൊണ്ട് ഓള് കല്യാണത്തിന് സമ്മതിക്കില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് കള്ള് കുടിക്കാണ്ട് ചോദിച്ചൂടേനോ? ഞാൻ രക്ഷപ്പെടൂലേനോ? കള്ളു കുടിക്കാണ്ട് കല്യാണിനെ കാണുമ്പോ എനിക്ക് കല്യാണം കഴിക്കുവാനേ തോന്നുന്നില്ല. അതിന് ശേഷല്ലേ സുന്ദരിയായ നാഗവല്ലിന്റെ തൊട്ടുള്ള ഇഞ്ഞ കണ്ടേ. ആരോട്ട്? ശോഭനേന്റെ തൊട്ട് ജാനു. പറ. പണ്ട് തൈല കല്യാണിന്റെ അടുത്ത നാട്ടുമാവും വന്ന് ഞാൻ മാങ്ങ പറിച്ച് തിന്നുമ്പോ ഇഞ്ഞിന്റെ അച്ഛന് കഞ്ഞിയും കൊണ്ട് പൂമാദേവി പൊന്നമ്മേന്റെ മൂളിപ്പാട്ടും പാടിയിട്ട് കല്ലേരി വയലിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. ഉയ്യന്റെ ജാനുവോ, ആ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അന്നിഞ്ഞ അച്ഛന് കഞ്ഞി കോരി ഒഴിച്ചു കൊടുക്കുമ്പോ ഞാൻ ഒരുപാട് മോഹിച്ചിന് ജാനു. ആ മോഹമാണ് ജാനു ഇഞ്ഞി. ഓ അപ്പൊ നിങ്ങക്ക് കഞ്ഞിനോടേനു മോഹം? അതിന് മോഹം എന്നല്ല പറയാ, ആർത്തി. പെണങ്ങല്ല ജാനു, എല്ലാം